ഹലോ ഗൈസ്. സോ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. അതായത് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു 2 ഡേയ്സ് മുന്നേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ലല്ലുവായിട്ട് സംസാരിച്ചിരിക്കുന്ന കോൾ റെക്കോർഡായിരുന്നു. അപ്പം സായി ഓൾറെഡി എന്നെ വിളിച്ച് ഈ കാര്യം സംസാരിക്കുമ്പോഴും സായി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ലല്ലുവായിട്ട് സംസാരിച്ചായിരുന്നു ആൻഡ് ആ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പുള്ളി വീഡിയോയിൽ പറയുന്നുണ്ട് ആവശ്യം വന്ന ആ റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുള്ളി ഇന്നലെ അല്ല 2 ഡേയ്സ് മുന്നെയാണ് ആ വീഡിയോ പുറത്തിടുന്നത്. അപ്പം ഇപ്പോഴാണ് ഞാൻ മഹാൻ പറഞ്ഞ കാര്യങ്ങൾ ഓഡിയോ സ്വന്തം ശബ്ദത്തിൽ നിന്ന് കേൾക്കുന്നത്. ഇത്രയും നാൾ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കേട്ടപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ബട്ട് ബേസിക്കലി എന്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തെളിവ് വേണമല്ലോ. അപ്പം എൻ്റെ എന്തിനാ എനിക്കറിയത്തില്ല ഷിബിലി ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ വിളിച്ച് കൂവുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എവിടെയും ജയിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് നിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കൂട്ടുന്നു. പക്ഷേ ഇങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്ത് ഇത്രയും തരം താഴ്ന്ന ലെവലിലോട്ട് നീ പോകരുത്. കാരണം നീ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തെളിവുണ്ട്. എന്ത് സംസാരിക്കുമ്പോഴും അതിൻ്റേതായ ഒരു പ്രൂഫിൽ സംസാരിക്കും എന്ന് നീ മനസ്സിലാക്കണം. കാരണം ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ വെറുതെ എനിക്ക് വേണേൽ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറയാം, ഞാൻ ഷിബിലിയും കഴിഞ്ഞ ഒരു മാസം മുന്നേ പാരീസിലായിരുന്നു, ഈഫൽ ടവറിൻ്റെ താഴെ പോയി. പക്ഷേ ഫോട്ടോയും പ്രൂഫൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ പോയി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും ആ പരിപാടി ചെയ്യില്ല. ഞാൻ എന്ത് കാര്യം എവിടെ കേട്ടാലും ഞാൻ എൻ്റെ തെളിവും കാര്യങ്ങളും കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ സായിയായിട്ട് സംസാരിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ, ലല്ലു എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് നമുക്ക് കേൾക്കാം. കുറച്ച് കോമഡി ആണ്, എന്നാലും കേൾക്കാം. നീ ഇതെല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് നിക്കാഹ് കഴിച്ചതെന്ന്. ഞാൻ ഇത് കേട്ട് സത്യം പറഞ്ഞാൽ മടുത്തു. എനിക്കിത് ആദ്യം കേൾക്കുമ്പോൾ സത്യം പറയാലോ, ഉള്ളിലിങ്ങനെ കുത്തുന്ന ഒരു വിങ്ങലുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ശീലമായി. ഇവൻ ഏതറ്റം വരെയും സംസാരിച്ച് പോകും എന്നുള്ളൊരു സാധനം എനിക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ വിഷമമൊന്നുമില്ല. പക്ഷേ നീ എന്തിനാണ് താല്പര്യമില്ലാണ്ട് നിക്കാഹ് കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ ഇപ്പം കോളിൽ പറയുന്നുണ്ട്, നീ എങ്ങനെയാണ് താല്പര്യമില്ലാണ്ട് നിക്കാഹ് കഴിച്ചതെന്ന്. സോ അത് നമുക്ക് കേൾക്കാം. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് ഞാൻ താല്പര്യമില്ലാതെയാണ് കല്യാണം. അതായത് ഞാൻ ഫസ്റ്റ് ഒരു ടൈം പാസ് രൂപത്തിൽ നോക്കിയിരുന്നത്. ടൈം പാസ് രൂപത്തിൽ നീ നോക്കി എന്ന് നീ സമ്മതിക്കുന്നു. അത് ഒബ്വിയസ്ലി എനിക്കിപ്പോൾ മനസ്സിലായി. നീ ആരെയാണ് അതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ളത്? നീ ഏത് റിലേഷൻഷിപ്പാണ് നീ സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ളത്? നീ ഒരു റിലേഷനും നിൻ്റെ ലൈഫിൽ നീ സീരിയസ് ആയിട്ട് റിലേഷൻ മൈൻഡിൽ കണ്ടിട്ടില്ല. ടൈം പാസിനാണ് നീ എല്ലാ റിലേഷനെയും അവശേഷിപ്പിക്കുന്ന ഒരു പേര്. അത് പോട്ടെ. ഞാൻ 5 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് വരികയാണ്. എനിക്കപ്പൊ ഈ വിഷയം കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ യുഎയിലായിരുന്നു. 5 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് വരുന്നത്. എനിക്ക് വിഷയം കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ നിന്നെ പരിചയപ്പെടുന്നതിന് 1 മന്ത് മുന്നേ ആണ് നീ നാട്ടിൽ വന്നേന്ന് പറഞ്ഞു. ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ അതേ വർഷം 2024 ഫെബ്രുവരിയിൽ നിനക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. നീ നാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നീ ഒരു ലിവിങ് ടുഗെദർ 1 മന്ത് നിന്നായിരുന്നു എടപ്പള്ളി. അപ്പം നിനക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നീ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട് നീ ഒരു റിലേഷൻഷിപ്പിന് പോയി. അപ്പോൾ ഇതൊക്കെ ഈ വർഷം തന്നെ നടന്ന കാര്യമാണ്. അതിന് 5 വർഷം നീ ഗൾഫിൽ ഇതുവരെ നിന്നിട്ടില്ല. 5 വർഷം എന്നുള്ളൊരു കണക്ക് നിൻ്റെ ഗൾഫ് ലൈഫിൽ ഇല്ല. സോ അത് ഏത് കണക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ 5 വർഷം നിന്നിട്ട് നീ ഒരു വിഷയം അറിയാണ്ട് നാട്ടിലോട്ട് വന്നെന്ന്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് നീ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ എക്സിനെ അറിയത്തില്ലായിരുന്നു എന്ന്. നീ മലപ്പുറത്താണ് ജനിച്ചത്, ജീവിക്കുന്നത്. നിൻ്റെ നാട് വളാഞ്ചേരിയാണ്. അപ്പം മലപ്പുറത്തുള്ള നിനക്ക് എൻ്റെ എക്സിനെയും അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള റിലേഷൻ നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇത്രയും പേർക്ക് മെസ്സേജ് അയക്കുന്ന ഇത്രയും വലിയ ഞരമ്പ് രോഗിയായ നിനക്ക് ഇൻസ്റ്റ വഴി നിനക്ക് എൻ്റെ റീൽസോ അല്ലെങ്കിൽ ഒരു രീതിയിലും നീ എന്നെ എൻ്റെ പാസ്റ്റും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു മ്ലേച്ഛ രൂപത്തിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? നീ ഒന്നും അറിഞ്ഞില്ല. നീ മറ്റേ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ച് താഴെ വന്ന് വീണ പോലെയാണ് നീ എന്നെ കണ്ടുമുട്ടിയതാണ് നീ പറയുന്നത്. അയ്യോ, ഇവൾ ആരാന്നോ ഇവൾ എന്താന്നോ എനിക്കറിയത്തില്ല. പോട്ടെ, ഞാനായിട്ടൊരു ഫോട്ടോ ഇടുമ്പോൾ പോലും നിൻ്റെ ഇൻബോക്സിൽ ആരും വന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ചുച്ചുടു. ഞാൻ ഇവിടെ എന്താ പറയാ, ഓളാണ് എന്റെ ഫോൺ ഐഡി അടിച്ചാണ്ട് ഓളാണ് തന്നെ. ഒരു പോയിന്റ് ശരിയാണ്. ഞങ്ങൾ ക്വീൻസിൽ നിന്നാണ് കണ്ടത്. ID ഞാൻ ഇവൻ്റെ ഫോണിൽ അടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കണ്ണി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വെറുതെ ഒരുത്തൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും മോനെ ഫോൺ താടാ ഞാൻ എൻ്റെ ID അടിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ID അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് അജു
എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കുന്ന ചെറുക്കന് അവളെ ഇഷ്ടമായി, അവളുടെ ID പറയാവോ എന്ന്. അപ്പോഴും ഐ തോട്ട് ഇസ് ദിസ് ഗൈ ലൈക്ക് എന്നെ കളിയാക്കുവാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം എന്നെ അറിയാമെന്ന് ഏകദേശം എനിക്കതിൽ നിന്ന് മനസ്സിലായി. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കളിയാക്കുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അവിടെ പോയി ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല, അവൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇല്ല അയ്യോ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഓക്കെ എൻ്റെ പേര് ഞാൻ പറയാമെന്ന് പറഞ്ഞു, ഫസ്ബിന എന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ ഫോൺ കയ്യിലിരിക്കുമ്പോഴത്തേക്കും അവൻ ഇൻസ്റ്റ തുറന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫസ്ബിന എന്നടിച്ചു, ഇതാണ് ഞാനെന്ന് പറഞ്ഞു. അത്ര ഞാൻ പറഞ്ഞോളൂ. അല്ലാണ്ട് അവൻ്റെ ഫോൺ നേരെ പോയിട്ട് മോനെ ഫോൺ തന്നാടാ എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്തില്ല. ബാക്കി കേൾക്കാം. കറങ്ങാൻ പോയി നമ്മൾ റിലേഷനിലോട്ടായെന്ന്. അതിന് നീ എന്നെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 days കഴിഞ്ഞ് നീ നാട്ടിലോട്ട് പോയി. 2 days കഴിഞ്ഞ് നാട്ടിലോട്ട് പോയിട്ട് നീ അവിടെ തന്നെ ഏത് നേരവും ഫോൺ വിളിക്കുമായിരുന്നു. രാത്രി ഒരു 12 മണി തൊട്ട് 6 മണി വരെ നീ എന്നെ വിളിച്ച് സംസാരിക്കുമായിരുന്നു, സമാധാനിപ്പിക്കുമായിരുന്നു. പോട്ടെ മോളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, തേങ്ങ മാങ്ങ, നീ ഒരു കെയറിങ് ഏട്ടായി ആയി മാറി. അപ്പം നമ്മൾ കറങ്ങാൻ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ നമ്മൾ മീറ്റ് ചെയ്ത് 2 days ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ നീ നാട്ടിൽ പോയി. നാട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ റിലേഷൻ ആവുന്നത്. ഓക്കെ. ആൻഡ് നാട്ടിൽ പോകുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. നമ്മൾ ഫസ്റ്റായിട്ട് എടുത്തൊരു ഫോട്ടോ. ആൻഡ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണ്. അതായത് 1 year ആനിവേഴ്സറി ആണ് ഷിബിലി. നിനക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഹാപ്പി ആനിവേഴ്സറി. ഈ ആനിവേഴ്സറി ദിവസത്തിൽ തന്നെ ഈ വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ജീവിതത്തിൽ ഓർത്തില്ല. പക്ഷെ എന്നാലും ലൈഫ് ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും ചിലപ്പം. ഇതായിരിക്കും എൻ്റെ ലൈഫിൽ വിധിച്ചിട്ടുള്ളത്. അത് കുഴപ്പമില്ല. ഈ ഒരു ദിവസത്തിൽ തന്നെ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ബാക്കി നമുക്ക് കേൾക്കാം. ഇവള് എന്നോട് ഒരു വീഡിയോ എടുക്കാണ്ട്, അതായത് ഒരു റീൽ എടുത്താലോ ചോദിച്ചാൽ ഓക്കെ കുഴപ്പമില്ല റീൽ എടുക്കാന്ന് പറഞ്ഞു. ഇവള് റീൽ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മള് തമ്മിൽ റിലേഷൻ ഞാന് റിവീൽ എടുക്കണേ. ഞാൻ പറഞ്ഞ എന്ത് റിലേഷൻ, ഞാൻ വെറുതെ അപ്പോഴൊന്നും റിലേഷൻ അല്ല. അപ്പൊ ഇവള് ഇന്നെ അതിലോട്ടാണ് തള്ളിയിടുക ചെയ്തത്. തള്ളിയിട്ടോ? റിലേഷൻ അല്ലാത്ത നിന്നെ ഞാൻ തള്ളിയിട്ടോ? എടാ നാണമില്ലാത്തവനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഫസ്റ്റ് റീൽ ഇടുന്നതിന് മുന്നേ നമ്മൾ കോഴിക്കോട് പോയായിരുന്നു. ഓക്കെ. ഞങ്ങൾ റീൽ ഇടുന്നതിനൊക്കെ കുറേ മുന്നേ റിലേഷൻ ആയിട്ടാണ് റീലിട്ട് റിലേഷൻ എന്ന് അറിയിക്കുന്നത്. റീൽ ഇടുന്നതിന് മുന്നേ ഞങ്ങൾ കോഴിക്കോട് പോയപ്പോഴത്തേക്കും അളിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഇപ്പോഴും എല്ലാവരും നിൻ്റെ എക്സിൻ്റെ ഇതിലാണ് അറിയുന്നത്. ആ ഒരു ഇത് നിന്നെ എല്ലാവരും ആ രീതിയിൽ നിന്നെ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് നിൻ്റെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ എൻ്റെ കൂടെ നീ വീഡിയോ ഇടണം. ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് നീ ആൾക്കാരെ അറിയിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു ആൾ പറഞ്ഞത് ഇൻട്രോവേർട്ടാണ്, ഞാൻ ഷൈ ആണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാർ കോഴിക്കോട് എന്നൊക്കെ വെച്ചാൽ ബീച്ച് സൈഡിലൊക്കെ ഭയങ്കര ആൾക്കാരാണ്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഓക്കെ എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പം ഷിബിലി എന്താണ് പറയുന്നത്, ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ റിലേഷൻ അല്ലായിരുന്നെന്ന്. ഫസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന റീൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റീല്. ഈ റീലിലെ ഡ്രസ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് നമ്മൾ ഫ്രണ്ട്സായിട്ട് റീലെടുത്ത് തള്ളിയിട്ടു റിലേഷനിലാണ് ഷിബിലി പറയുന്നത്. അപ്പം ഇതേ റീലിൽ ഞങ്ങൾ അന്ന് എടുത്ത ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒന്നിത് സെയിം ഡ്രസ്സ് നിങ്ങൾ നോക്കിയാൽ മതി, റീലിലെ ഡ്രസ്സ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാൽ മതി, സെയിം ഡ്രസ്സ്. രണ്ടാമത്തെ ഫോട്ടോ, മൂന്നാമത്തെ ഫോട്ടോ. ഈ 3 ഫോട്ടോസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് തോന്നുന്നുണ്ടോ? അത് ഏത് ഫ്രണ്ട് സെറ്റപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊന്നും ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുക്കാറില്ല. റിലേഷൻ എന്നുള്ളൊരു രൂപേണയാണ് ഞാൻ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അളിയൻ എന്ത് മൈൻഡിലാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പോട്ടെ, സാരമില്ല. ബാക്കി നമുക്ക് കേൾക്കാം. അവളിനോട് പറഞ്ഞു ഇനി കിട്ടിയിട്ടില്ലാണ് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും, അത് കൊടുക്കും ഇത് കൊടുക്കും എന്നിട്ട് ഭയങ്കര കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. എന്ത് കേസ് കൊടുക്കും? അയ്യോ, ഇപ്പം നമ്മൾ റിലേഷനിലായി, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇട്ടേച്ച് പോയി. അപ്പോൾ നമ്മൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നെ ആൾ കെട്ടുന്നില്ല, ഞാൻ കേസ് കൊടുക്കുവാണേ എന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ബേസിലാണ് നിനക്കെതിരെ കേസ് കൊടുക്കേണ്ടത്? എനിക്കത് വ്യക്തമായില്ല. നീ എപ്പോഴും പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ ലൈക്ക് ഭീഷണിപ്പെടുത്തിയാണ് കെട്ടിയെന്ന്. എന്ത് ഭീഷണി കൊടുത്തിട്ടാണ് ഞാൻ കെട്ടിയത് നിന്നെ? എന്തായിരുന്നു ആ കേസ് കൊടുക്കാനുള്ള ഒരു റീസൺ? എന്തർത്ഥത്തിൽ ഞാൻ കൊടുക്കണമായിരുന്നു? എനിക്കത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായേനെ. വീട്ടുകാർക്ക് ഇവള് ഇന്ന് നിർത്തിയിട്ട് ഇവിടെ എറണാകുളത്ത് കുറച്ച് ബോയ്സ് ഗ്യാങ് ഉണ്ട്. അവിടെ പക്കാ ഒരു ലോക്കിൽ വിട്ടിട്ട്
ബോയ്സ് ഗ്യാങ്ങിനെ വെച്ചിട്ട് ഇവളെന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നം അവരെ വിളിച്ചിട്ട് തല്ലിപ്പിക്കുക, അടിപ്പിക്കുക. എത്ര പ്രാവശ്യം അറിയാം റൂമിൽ കൊണ്ടിട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെ അടിണ്ടായിരിക്കണം. ഓളെ ബെസ്റ്റ് ഫ്രണ്ട്സിന് തന്നെ കോൺഫിഡൻസ് കിട്ടിയ ബ്രോക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കോൺഫിഡൻസ് ഇട്ടാൽ നിനക്ക് സത്യാവസ്ഥ മനസ്സിലാവുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ നീ കോൺഫിഡൻസ് ഇട്ടോ, നീ ആരെ വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കുക. ആര് പറയും നിൻ്റെ ഈ കള്ളത്തരത്തിന് ആരാണ് കൂട്ടിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിൻ്റെ ഫ്രണ്ട്സോ അതോ നീ പൈസ കൊടുത്ത ആൾക്കാരെ ആക്കുമോ? അവരെൻ്റെ ഫ്രണ്ട്സ് ആക്കുമോ നീ? എൻ്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് നിൻ്റെ സ്വഭാവം അറിയാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിന്നെപ്പോലെ ഒരു നാറീനെ കെട്ടരുതെന്ന്. അത് ഞാൻ കേൾക്കാത്തതാണ് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക്. ആൻഡ് സെക്കൻഡ്, നീ എന്നെ ഒരു ഗുണ്ടയാക്കി. എറണാകുളത്ത് ഒരു ഗുണ്ടാ സംഘത്തിൽ ചേർന്ന് എൻ്റെ ഫ്രണ്ട്സ് ബോയ്സിനെ കൊണ്ട് ഞാൻ നിന്നെ തല്ലിപ്പിച്ചെന്ന്. ഏതവൻ നിന്നെ തല്ലിയെന്നാണ് നീ പറയുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നീ നീ എന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോലും ഇട്ട് തല്ലിയിട്ട് ഞാൻ അവരോട് ഇടപെടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇടപെടണ്ട, വേണ്ട, വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. നിന്നെ ആരിട്ട് തല്ലിയെന്ന്? നിന്നെ വേറെ പല പെണ്ണ് കേസിൽ നിനക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. നിന്നെ മൂക്കിട്ട് ഇടിച്ചതും ചോര വന്നതും നീ സ്റ്റേഷനിൽ പോയതും അങ്ങനെ കുറേ കേസ് ഞാനിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കലും നിന്നെ തല്ലിയിട്ടില്ല. നീ വേറെ പെൺപിള്ളേരെ കയറി പിടിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിന് നിനക്ക് കിട്ടിയതിൻ്റെ ഇത് നീ ദയവ് ചെയ്ത് എൻ്റെ തലയിലോട്ട് നീ ഇടരുത്. ബാക്കി കേൾക്കാം. ബാക്കി കേൾക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം തനു ലൈവ് വന്നായിരുന്നു. എൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ കൂടെ റൂമിൽ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇവളിതെല്ലാം കറക്റ്റായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ആൻഡ് എന്നെ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻ വേണ്ട, ഇതിൽ നീ സഫർ ചെയ്യുമെന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് അവൾ. അത് കൂടാണ്ട് അവൾ ഇഷ്ടംപോലെ മെസ്സേജ് ഇവൻ്റെ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവൻ ചെയ്യുന്ന ഉടായ്പ എത്രത്തോളം അവൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് അവൾ എന്നോട് അന്നും പറഞ്ഞു, ഇടി മാറത്തില്ല. ബട്ട് ഇവൻ എനിക്കൊരു വാക്ക് തന്നു, ഇവൻ നന്നാവും, ഇവൻ്റെ പാസ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയിപ്പോയതെന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് എന്നെ. നമുക്ക് തനുവിൻ്റെ ലൈവിലുണ്ടായിരുന്ന ഒരു സംഭവം കേൾക്കാം. അതായത് ഇവൻ തനുവിനെ തല്ലിയൊരു കേസുണ്ട്. അതെന്താ നമുക്ക് കേട്ട് നോക്കാം. അമ്മ എൻ്റെ ഉപ്പ എന്നെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്നെ തല്ലി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെണ്ണെന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? അവൻ്റെ മുടി പിടിച്ച് വലിക്കുക, നഖം കൊണ്ട് മാന്തുക, അതൊക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാനത് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവൻ എന്ത് ചെയ്തറിയോ, ഇടയ്ക്ക് ഇട്ടിട്ടൊന്ന് പിടിച്ച്. അപ്പോൾ ഞാനത് ഷോക്കായി. എനിക്കത് ഭയങ്കര പ്രശ്നമായി പോയി. ഞാൻ കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച്, ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചവൻ എന്ന് പറഞ്ഞ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച് അവൻ വന്ന്. അപ്പോൾ ഇവളെന്ത് ചെയ്ത്, ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞ്, അപ്പൊ തന്നെ ഇവൻ കരഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ കാല് പിടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, അത് വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ കൊണ്ട് എഴുതി ഒപ്പിട്ടിട്ട് ഇനി നീ കാരണം തനുവിനൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് എഴുതി. ഇവനാണെങ്കിൽ മലയാളം എഴുതാനും അറിയത്തില്ല. എന്നിട്ട് എന്തോ ഒരു 1ാം ക്ലാസ് കുട്ടികൾ എഴുതുന്ന മാതിരി എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് തന്ന് അവൻ. ഇവൻ എന്നിട്ട് അവളെ തല്ലിയിട്ടാണ് അവൾ ഈ പറയുന്നത് അവളെ കയറി പിടിച്ചെന്ന്. അവളെ കയറി പിടിച്ചത് ഭയങ്കര സീനായി. ഇവൻ എന്ത് ചെയ്താൽ എനിക്ക് സമ്മതിച്ചിരുന്നില്ല. ഇവൻ പറയുന്നത് തല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പോയെന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എനിക്ക് തോന്നുന്നത് ഇവൻ ശരിക്കും കയറി പിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇവൻ അങ്ങനെ ചെയ്യും എന്നെനിക്ക് വ്യക്തമായി ഇപ്പം. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സ് കുറേ പേര് അന്ന് റൂമിൽ വന്നിട്ട് ഇവൻ കരഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി. അവർ തല്ലാൻ നിൽക്കുമോ? കാരണം അവരുടെ ഫ്രണ്ടിനാണല്ലോ ഈ സംഭവം ഉണ്ടായത്. അവർ തല്ലാൻ നിൽക്കുമ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ കാല് പിടിച്ചു, വെറുതെ വിട്ടേക്ക്, സാരമില്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ റൂം വെക്കേറ്റ് ചെയ്ത് അവനായിട്ട് വേറെ റൂം എടുത്ത് താമസിച്ച ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ അവനെ അവിടെ സപ്പോർട്ടാണ് ചെയ്തത്. സപ്പോർട്ട് മീൻസ് ഇനിയൊരു പ്രശ്നം വേണ്ട, എൻ്റെ ഫ്രണ്ട്സും ഇവനും തമ്മിലൊരു പ്രശ്നം വേണ്ട, ഇനി അവന് തല്ല് കിട്ടുന്നത് എത്രയെന്ന് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ആളെ നമ്മുടെ മുന്നിൽ നിന്ന് തല്ലുന്ന നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അപ്പം എനിക്ക് രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവളും ഇമ്പോർട്ടൻ്റ്, അവനും ഇമ്പോർട്ടൻ്റ്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറി താമസിക്കാൻ പോയത്. ആൻഡ് എനിക്കൊരിക്കലും അവളുടെ ഫ്രണ്ട്സ് വന്ന് അവനെ തല്ലുന്നത് എൻ്റെ കൺമുന്നിൽ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഓപ്ഷൻ കാല് പിടിക്കാനാണ്. അതിന് വേണ്ടി ഞാൻ ശ്രമിച്ചു, കാല് പിടിച്ചു. അവർ പേപ്പറിൽ എഴുതി ഇതാക്കി തന്നു, ഇനി തനുവിനെ മേലെ അവൻ തല്ലത്തില്ലെന്ന്. അതൊക്കെ ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. കാരണം ഞാൻ അവന് വേണ്ടി കുറേ കാല് പിടിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ കാല് പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഐ റിയലി റിഗ്രറ്റ് ദാറ്റ്. കിട്ടേണ്ട തല്ലായിരുന്നത്, അത് ഞാനായിട്ട് കൊടുക്കാൻ സമ്മതിച്ചില്ല. അതിൽ എനിക്കിപ്പം നല്ല ഖേദമുണ്ട്. ബാക്കി കേൾക്കാം. എന്നിട്ട് ഞാനിന്റെ വീട്ടിൽ കാര്യം ആലോചിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് വീട്ടിൽ ഇതേമാതിരി എന്റെ ഒരു പ്രശ്നം റിലേഷൻ ആയിട്ട് വീട്ടില് ഉമ്മയും ഉപ്പയും ഒരുപാട്
അങ്ങനെയാണ് എന്നെ ഗൾഫിലോട്ട് കൊണ്ടുപോണേ. നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് നീ പറയുന്നു. നിന്റെ വീട്ടിൽ എങ്ങനെയാണ് പ്രശ്നം വന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിപ്പ് സഹിതം കാണിച്ചു തരാം. കാരണം നിന്നെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയണമല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറയും. ഇതിൽ നീ പറഞ്ഞ വോയിസിലുള്ള ക്ലാരിറ്റിയാണ് തരുന്നത്. സോ നിന്റെ പാസ്റ്റ് ഹിസ്റ്ററി അനുസരിച്ചാണ് നിന്റെ വീട്ടുകാർ നീയായിട്ട് പ്രശ്നം ഉണ്ടായത്. ആൻഡ് ഇനി ഒരു പെണ്ണിനെ ചതിക്കരുതെന്നുള്ള രൂപേണയാണ് അവർ നിന്നോട് പ്രശ്നമാക്കിയത്. അതും കൂടെ മനസ്സിലാക്കണം. ബാക്കി കേൾക്കാം. ആ ബുദ്ധിമുട്ടിന്റെ പുറത്ത് തന്നെ ഉമ്മ ഇപ്പൊ ഭയങ്കര ഇടങ്ങാറായിരുന്നു. അപ്പൊ ഞാൻ ഇതുമ്പാടും കേസ് എടുത്ത് തലയിലൊക്കെ താല്പര്യമില്ല എന്ന് വിചാരിച്ചാൽ ഓക്കെ, ഞാൻ ഓക്കെ ആയി. പിന്നെ നിക്കാഹിന്റെ തലേ ദിവസം അടക്കം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവളെന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ വീഡിയോ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നിട്ട് നിക്കാഹിൻ്റെ തലേന്ന് വരെ ഞാൻ ഇവൻ്റെ വീട്ടിൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി. നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന്. ഞാൻ വീട്ടിൽ ആരെയാണ് ഭീഷണിപ്പെടുത്തി അതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് അയച്ചു തരണം. അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ചെയ്യണം. ഞാൻ വീട്ടിലെ ഏത് അംഗത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. ഞാൻ ഇതുവരെ നിൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്ക് നിൻ്റെ വീട്ടുകാരായിട്ട് ഒരു പ്രശ്നമില്ല. നീ പറയുന്ന രൂപേണ ഞാൻ ഏത് ഭീഷണിയാണ്, നീ എന്താണ് ഭീഷണി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ചിലപ്പോൾ ഇനി ഭീഷണിയുടെ അർത്ഥം നിൻ്റെ ഡിക്ഷണറിയിൽ വേറെ ആണോ എന്ന് എനിക്കറിയത്തില്ല. നിൻ്റെ വീട്ടുകാരെ ഞാൻ എന്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് നീ പറയുന്നത്. അതൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ. നിക്കാഹിന് അന്നെ ഡ്രസ് അതിന്റെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചറിയാം. ഞാൻ അന്ന് രാത്രി പോയിട്ട് ഡ്രസ് എടുക്കണേ. അന്ന് രാത്രി പോയി ഡ്രസ് എടുത്താണ്ട് വരികയാണ്. എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു ബന്ധമായിരുന്നത്. എടാ നാറി, നീ എൻ്റെ മുന്നിൽ വന്നായിരുന്നെങ്കിൽ ഞാൻ ചെവിക്കല് ഞാൻ നിൻ്റെ അടിച്ചേനെ. പച്ചക്കള്ളം എന്ന് വെച്ചാൽ ഇമാതിരി പച്ചക്കള്ളം. നിക്കാൻ്റെ തലേന്നാണ് നീ ഡ്രസ്സ് എടുത്തത്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മലപ്പുറത്ത് വളാഞ്ചേരി പോയി കോട്ടക്കൽ പോയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഡ്രസ്സ് തയ്ക്കുകയാണ് ചെയ്തത്. അവിടെ ആ ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഞാനും ഇവൻ്റെ 3 ഫ്രണ്ട്സും ചേർന്നിട്ട് ഞങ്ങൾ കാറിൽ പോയി അവിടെ എനിക്കും കൂടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ നിക്കാഹിന് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. സോ ഇവൻ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് മാച്ചിങ് കളേഴ്സ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. എന്നിട്ട് ഞങ്ങൾ ആ സ്റ്റിച്ചിങ് യൂണിറ്റിൽ കയറി. അവിടെ കയറിയപ്പോഴത്തേക്ക് ഇവൻ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഇവൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ എന്തിനാ കല്യാണത്തിന് ആവശ്യമില്ലാണ്ട് പൈസ മുടക്കുന്നത്, നമുക്ക് വളരെ മിനിമലായിട്ട് നടത്തിയാൽ പോലെ നിക്കാഹ്, നമുക്ക് കല്യാണം ഗ്രാൻഡ് ആക്കാം എന്ന രൂപേണ ഈ നാറി ആ ഡ്രസ്സ് തയ്പ്പിച്ചു. അതായത് നിക്കാഹ് ഉറപ്പിച്ച് വെച്ച് 1 വീക്കിനുള്ളിൽ ആ ഡ്രസ്സ് എടുത്തു. അല്ലാണ്ട് നിക്കാഹിൻ്റെ തലേന്നല്ല. നിക്കാഹിൻ്റെ തലേന്ന് നീ വേറെ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നിക്കാഹിൻ്റെ തലേന്ന് നിനക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല ഡ്രസ്സ് എടുക്കാൻ പോകാൻ. ഡ്രസ്സ് നമ്മൾ ഒരുമിച്ചാണ് അളിയാ പോയി എടുത്തത്. ഇനി നീ ഇത് കള്ളമെന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വളാഞ്ചേരി അല്ല കോട്ടയ്ക്കിൽ പോയിട്ടാണേലും ഞാൻ ആ ഡേറ്റ് അടക്കം എടുത്തിട്ട് അവിടെ ക്യാമറ ഉണ്ടാവുമല്ലോ, അതടക്കം ഞാൻ എടുത്തിട്ടിടും. നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയില്ല. നിനക്ക് നിക്കാഹിന് താല്പര്യമില്ല, നീ ഡ്രസ്സ് തയ്ച്ച് അറിയാണ്ട് വന്നു. എനിക്കറിയത്തില്ല നീ എന്ത് തേങ്ങ ഉദ്ദേശിക്കണമെന്ന്. നിൻ്റെ ഒരു മനസ്സിൻ്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വെറുപ്പ് തോന്നും ഇപ്പോൾ സത്യം പറയാം. കാരണം നീ അമ്മാതിരി ആരും വിശ്വസിക്കാത്ത തരം പച്ച കള്ളങ്ങളാണ് നീ വിളിച്ച് കൂവുന്നത്. ബാക്കി കേൾക്കാം. നിക്കാഹ് കഴിഞ്ഞിട്ട് നല്ലപോലെ പോകാമെന്ന് ആള് വിചാരിച്ചു. അതായത് നിക്കാഹിന് മുന്നേ ഇഷ്ടമല്ലായിരുന്നു, അതിൻ്റെ ഇടയിൽ ആദ്യം ഇഷ്ടമായിരുന്നു, ടൈം പാസ് ആയിരുന്നു, പിന്നെ നിക്കാഹിന് മുന്നേ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ നിക്കാഹ് കഴിഞ്ഞ് നല്ലപോലെ ആയി. അപ്പോൾ നിൻ്റെ ഉള്ളിൽ വികാരങ്ങൾ എങ്ങനെയാണ് ഒരാളോട് വരുന്നത്? നിനക്ക് ചിലപ്പോൾ താല്പര്യം തോന്നും, ചിലപ്പോൾ താല്പര്യം തോന്നില്ല, ചിലപ്പോൾ ഇഷ്ടം വരും, ഇഷ്ടം പോകും. നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഞാൻ ആലോചിക്കാം, ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇത്രയും നാളും സഹിച്ച് ജീവിച്ചെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ബാക്കി കേൾക്കാം. നല്ലപോലെ പോണ ടൈമില് എന്റെ വീട്ടില് 3 മാസം സത്യം പറയില്ല, 3 മാസം ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് പോയിരുന്നേ. 3 മാസം അടിപൊളിയായി പോയി. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ. അതായത് 3 മാസം അടിപൊളിയായി പോയെന്നാണ് അളിയൻ പറയുന്നത്. അപ്പം ഈ ചാറ്റ് ഇതെനിക്കൊരു കുട്ടി അയച്ചു തന്ന ചാറ്റാണ്. അതായത് നിക്കാഹ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തൊട്ട് വളരെ പെട്ടെന്ന് തന്നെ നിൻ്റെ ഫോണിൽ ടിൻഡർ ഡേറ്റിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. നീ ടിൻഡറിൽ സ്വൈപ്പ് ആയതിൻ്റെ മെസ്സേജാണ് ഈ വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ നിനക്ക് സെക്കൻഡറി ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ നീ ഒളിപ്പിച്ചാണ് നടന്നത്. നിക്കാഹ് കഴിഞ്ഞിട്ട് പോലും ആ ഫോൺ നിൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് നീ എന്നോട് പറഞ്ഞ കള്ളം എന്താണെന്ന് വെച്ചാൽ അത് നിൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണായിരുന്നു. ഈ ഫ്രണ്ടിൻ്റെ തലയിലോട്ടിടുന്ന കുറച്ച് ഇതുണ്ടല്ലോ, പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫോണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാറ്റ് എന്താണെന്ന് ഇവിടെ കൊടുത്തേക്കുന്ന ചാറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതോ നീ ഇനി പറയും ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തതാണെന്ന്? നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. നിക്കാഹ് കഴിഞ്ഞ് 3 മാസം അടിപൊളിയായി പോയെന്ന് നീ പറയരുത്. നിക്കാഹ് കഴിഞ്ഞപ്പോൾ തൊട്ട് നിൻ്റെ സൂക്കേട് തുടങ്ങി. നിനക്ക് ഡേറ്റിംഗ് ആപ്പ് വരാൻ തുടങ്ങി, നിനക്ക് സെക്കൻഡറി ഫോൺ വരാൻ തുടങ്ങി, നീ ഇൻസ്റ്റ ഇടയ്ക്ക് വഴക്കുണ്ടാക്കി ലോഗൗട്ട് അടിപ്പിച്ച് അതിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി, നിനക്ക് ഫേക്ക് അക്കൗണ്ട്സ് വരാൻ തുടങ്ങി. എന്തൊക്കെയാണ് അളിയാ? 3 മാസം നന്നായിട്ട് നിന്നോ? ഞാൻ സഹിച്ചെന്ന് നീ പറ.
ഞാൻ പ്രതികരിക്കാണ്ട് സഹിച്ചെന്ന് നീ പറ. അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എവിടെ അറിയിക്കാൻ പോയിട്ടില്ല ഫസ്റ്റ് കുറച്ച് നാൾ. നന്നാവുമെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ വീട്ടുകാരെ അറിയിച്ച് ഇനി അവർ ഫേസ് ചെയ്യുമ്പം അവർ ആ കണ്ണിലൂടെ അവനെ കാണണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒളിപ്പിച്ച് വെച്ച്. ഇവൻ എന്നെ തല്ലുന്ന കാര്യം പോലും ഞാൻ ഒളിപ്പിച്ച് വെച്ചു. ബിക്കോസ് നന്നാവുമെന്ന് വിചാരിച്ചു. മിസ്റ്റേക്ക്, ഐ നോ. തനൂജാനെ കാണാൻ വേണ്ടി പോകണം എന്നിട്ട് വാശി പിടിച്ച് രാത്രി 11 മണിക്ക് തനൂജിനെ കാണാൻ വേണ്ടി ഞാൻ പിന്നെ പറ്റത്തില്ല. എന്നിട്ട് ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഭർത്താവിന്റെ വീട്ടു തടങ്കലില് എന്നെ ആക്കിയിട്ട് കുടുക്കി ഇട്ടിക്കാൻ വേണ്ടിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചേ. ഭർത്താവിൻ്റെ വീട്ടു തടങ്കലിൽ എന്നെ ആക്കിയെന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിൻ്റെ എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടാവില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് കാണിച്ചു തരണേ. ഞാൻ പോലീസ് സ്റ്റേഷനിലും വിളിച്ചിട്ടില്ല, എവിടെയും വിളിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യം പിന്നെയും പറയുന്നു. ആൻഡ് തനൂജനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് നിൻ്റെ വീട്ടിൽ നിന്ന് പോയെന്നോ? തനൂജനെ കാണണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് പോയി കണ്ടാൽ പോരെ. ഞാൻ എന്തിനാ വാശി പിടിച്ച് നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പോലീസിനൊക്കെ വിളിച്ച് പോകുന്നത്? അന്ന് ദിവസം ഞാൻ പറയാം, അന്ന് ദിവസം നീ ഒരു പെണ്ണിന് വളരെ മോശമായിട്ട് മെസ്സേജ്, അതായത് ഞാൻ സഹിച്ച് ഒരു എക്സ്ട്രീം എത്തി. മെയ് മാസം എക്സ്ട്രീം എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. എനിക്കിനി ഇത് നേരെ ആവില്ല എന്ന് എൻ്റെ മനസ്സ് ഞാൻ പാകപ്പെടുത്തിയാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. ആൻഡ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ലെവലെത്തി. അന്ന് ആ ദിവസം അവൻ്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഉമ്മയില്ല, അനിയന്മാരില്ല, ആരുമില്ല. ഞാനും അവനും ഒറ്റയ്ക്കായിരുന്നു. ആൻഡ് അവൻ എന്നെ തല്ലിയിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിരുന്നു. സോ ഞാൻ ആ കാര്യം പറയരുത്. വീട്ടിൽ നിന്ന് എന്നെ ഇട്ട് തല്ലിയിട്ട് എനിക്ക് വയ്യാണ്ടായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. എന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ തനു ബാക്കി ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഓക്കെ. അതിന് മുന്നേ ഒരു ദിവസം ഇതേപോലെ തല്ലുണ്ടായിട്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ പോയിട്ടുണ്ട്. അത് തനു ലൈവിൽ പറയുന്നുണ്ട്. അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം, ബട്ട് അവൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് കേൾക്കാം. ലൊക്കേഷൻ അയച്ചെന്ന് ഞാൻ പോയി. പിന്നെ ഇവള് ഫോൺ എടുക്കുന്നില്ല, ഇവളെ ഒരു കോണ്ടാക്റ്റിലോ ഒന്നുമില്ല. വേഗം വരാം അതുവരെ കരഞ്ഞ് വിളിച്ച് എന്നെ വിളിച്ചോണ്ടിരുന്നതാ ഇവള്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് അവിടം വരെ എത്തി. അവന്റെ വീടിന്റെ മുന്നിൽ വരെ ഞാൻ എത്തി. വളാഞ്ചേരി, എന്റെ വീട് ഇപ്പൊ നിലമ്പൂരാ. അപ്പൊ എനിക്ക് അവിടുന്ന് കുറച്ചൊരു എങ്ങനെ പോയാലൊരു 1.5 മണിക്കൂർ അത്രയൊക്കെ ഉണ്ടാവും തോന്നുള്ളൂ. അപ്പൊ അവിടെ പോയി നോക്കുമ്പോ ഇവള് ഫോൺ എടുക്കുന്നില്ല. അതിനെ പിറ്റേന്ന് ഇവള് ഫോൺ എടുക്കുമ്പോ ഇവള് മെഡിസിൻ എന്തോ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഫസിനോട് പറഞ്ഞു. അപ്പോഴും അവള് ക്ഷമിച്ചു കൊടുത്ത്. ക്ഷമിച്ച് ഒരു പെണ്ണ് എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുന്നു അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ്. ഞാൻ ആശുപത്രിയിലായിരുന്നു. കുറേ തല്ലേറ്റ് വാങ്ങിയിട്ട് വയ്യാണ്ടായി. അവൻ്റെ ഉമ്മായും എളാപ്പായും തന്നെയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, നടക്കാവിൽ. എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെയും കാലുപിടിച്ച് സോറി പറഞ്ഞു, പിന്നെയും ക്ഷമിച്ചു കൊടുത്തു. സോ സെക്കൻഡ് ഇൻസിഡൻറ്റ് കേൾക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവള് പറഞ്ഞു, തനു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ എന്നെ ഒരുപാട് തല്ലി, എനിക്ക് പറ്റുന്നില്ല. 2-3 ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. പെണ്ണിന്റെ കണ്ണിന്റെ ഇവിടെ ചുണ്ടിന്റെ ഈ ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ അനിയനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ വീട്ടിൽ ഞാൻ കള്ളം പറഞ്ഞു. പപ്പന്റെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞു. പപ്പ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം, ഫസി വരുന്നുണ്ട്, ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പപ്പനോട് നുണയും പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ അവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോയി. അങ്ങനെ പോയി ഇവളെ ഏതൊരു ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ഈ പെണ്ണിനെയും കൂട്ടി ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം ഞാൻ നിർത്തിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഞാൻ അവിടുന്ന് നേരെ അവള് വീട്ടിൽ അവളെ ഉപ്പാന്റെ ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവിടുന്ന് പോയത്. അത്ര. പിന്നെ വേറെ കാര്യം, ഇവൻ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാണ്. സത്യത്തിൽ എന്റെ ബർത്ത്ഡേ ഈ മാസം 24-നാണ്. അവൻ പറഞ്ഞായിരുന്നു ഞാൻ തനുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ നവംബർ 24-നാണ്. പിന്നെ അവളുടെ വാപ്പായും ഉമ്മായും ആ മാസം അവളെ ജനിപ്പിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. സോ അവൻ പറയുന്ന ഇൻസിഡൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം ഇവൻ പറയുന്നുണ്ട് ഞാൻ ഏതോ 2 ചെക്കന്മാരുടെ കൂടെ ഇറങ്ങിപ്പോയെന്ന്. ഞാൻ ഏതോ 2 ചെക്കന്മാരുടെ കൂടെയല്ല ഇറങ്ങിപ്പോയത്. എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. അതായത് എനിക്ക് അവിടുന്ന് പോകാൻ വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല. കാരണം എനിക്ക് മലപ്പുറം വളാഞ്ചേരി ഭാഗത്തൊന്നും എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല. സോ എനിക്ക് എങ്ങനെയായാലും ഇവളുടെ അടുത്ത് എത്തണമായിരുന്നു നിലമ്പൂർ. അപ്പോൾ ഇവള് പെരിന്തൽമണ്ണ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ കോളിൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാനെ വണ്ടിയിൽ ഞാൻ വീഡിയോ കോളും ചെയ്ത് ഞാൻ അവിടെ എത്തി, തനുവിൻ്റെ അടുത്ത് എത്തി. എൻ്റെ ഉമ്മാനെ ഞാൻ ഇവിടെ എത്തി, ഓക്കെ ആണ്, ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഉമ്മാനെ ഓർക്കുന്നത്. കാരണം എൻ്റെ ഉമ്മ അടിച്ചൊരു ടെൻഷനുണ്ട്. അതായത് ഇത് സംഭവിക്കുന്നത് രാത്രി 11 മണി 12 മണി. അപ്പം എൻ്റെ ഉമ്മ ഒന്നും ഉറങ്ങിയിട്ടില്ല. കാരണം ഞാൻ അവിടെ സേഫ് അല്ല എന്ന് എൻ്റെ വീട്ടിൽ മനസ്സിലായി. അപ്പം ഞാൻ എങ്ങനെയും
അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയാൽ മതി എന്നുള്ള സ്റ്റേജിലോട്ട് പോയി. സോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഉമ്മ ഉറങ്ങുന്നത്. അതായത് രാത്രി ഒരു 2 മണി 3 മണി ആ ടൈമായി. അപ്പം അത്ര ബാക്കി കേൾക്കാം. ഇവള് പോണമെന്റെ വാശി ഞാൻ വന്ന ടൈമില് എന്നിട്ട് എന്റെ ഉമ്മാനോട് ഞാൻ വേറെ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് തെറ്റി പോവാന്ന് പറഞ്ഞിട്ടാണ് ഓള് പോണേ. ഇന്ന് ഓളെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഓളെ ഉമ്മ എന്നോട് പറഞ്ഞു, ഓളെ ഉമ്മന്നെ ഓളോട് പറഞ്ഞു, ഓളെ സ്വന്തം ഉമ്മന്നെ ഓളോട് പറഞ്ഞു, ഓരോ ആരെങ്കിലും ആക്കി തരും ഇപ്പൊ പുറത്ത് കയറരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, അവൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് ഒരിക്കലും എൻ്റെ ഉമ്മ പറയത്തില്ല. അവനെ വിളിച്ചിട്ടുമില്ല. അടുത്ത കള്ളം. അപ്പൊ പുറത്തുണ്ട് ഒരു ഷിഫ്റ്റ് കാർ എടുക്കണേ. അത് 2 ചെക്കന്മാര് ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഫുള്ള് വെള്ളടിച്ച് മൂടായിട്ടുള്ള ചെക്കന്മാര്. എന്നിട്ട് അവര് നേരെ നിലമ്പൂരാണ് ഈ തനുജന്റെ വീട്. ഓള് കൊച്ചിയിൽ നിലമ്പൂരിലോട്ട് ഓളെ വീട്ടിക്ക് മാറിയ ടൈമില് ഓളെ വീട്ടിക്ക് പോയി ഓള് അന്ന് രാത്രി. ഈ ചെക്കന്മാരെ കൂടെ എവിടേക്കാ പോയി ഞാൻ അന്ന് പറഞ്ഞു, എന്റെ മനസ്സിൽ നിന്ന് പോയിക്കണം, ഇനി എന്റെ ലൈഫിലോട്ട് ഇല്ല. എന്നിട്ട് എന്റെ വീട്ടിലാണ് കേസെടുക്കാൻ പോയിട്ട് മണാഞ്ചേരിന്ന് ഓൾക്ക് വിളിച്ചു. 4 മണിക്കൂർ ഞാൻ 2 മണിക്കൂർ എനിക്ക് ടൈം തരാം, അതിനുള്ളിൽ എനിക്ക് എത്താണെന്ന് നമുക്ക് മുന്നോട്ട് പോയി, അല്ലാതെ നീ എന്റെ ലൈഫിനായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസിഡൻറ്റ് ഫുള്ളായിട്ട് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ കേട്ടല്ലോ. അവൻ്റെ വീട്ടുകാർ കേസ് കൊടുക്കാൻ പറഞ്ഞെന്ന്. അതും അടുത്ത കള്ളം. അവൻ്റെ വീട്ടുകാർ ഒരിക്കലും എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ എന്തിനാ ഇരുന്ന് വീട്ടുകാരെയും കൂടെ കരിവാരി തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ആരും അവൻ്റെ കൂടെ നിൽക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ ഇനി വീട്ടുകാരെ വലിച്ചിടുന്നത്. പക്ഷെ അവരൊരിക്കലും എന്നോട് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ പറയാം. മെയിൻ എക്സാമ്പിൾ അവരെന്നോട് ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ പിന്നെ അവളായിട്ട് സംസാരിച്ച് അവള് 4 മണിക്കൂറല്ല, ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടോളൂ വന്നില്ല. ഞാൻ തിരിച്ചു വന്നില്ല എന്ന് നീ പറയുന്നത് സത്യമാണ്. 4 മണിക്കൂറല്ല 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലെത്തിയല്ലോ. ഇത്രയും സഹിച്ച് എൻ്റെ മേല് മൊത്തം ചതഞ്ഞ് കിടക്കുക. എൻ്റെ വീട്ടിൽ അന്നാണ് എൻ്റെ മേത്ത് ചതഞ്ഞ പാട് കാണുന്നത്. അത്രയും നാൾ ഞാൻ ഇത്രയും സീരിയസ് ആണെന്ന് എൻ്റെ വീട്ടിൽ അറിയില്ലായിരുന്നു. ഇത്രയും എനിക്ക് തല്ല് കിട്ടുന്നുണ്ടെന്ന്. ഈവൻ ഞാൻ എൻ്റെ ഉമ്മാനെ വീഡിയോ കോൾ പോലും മലപ്പുറത്തൊന്നും ചെയ്യത്തില്ലായിരുന്നു. കാരണം എൻ്റെ മേത്ത് എവിടെയെങ്കിലുമൊക്കെ പാടുണ്ടാവും. നമ്മൾ വീഡിയോയിൽ അഭിനയിക്കുന്ന പോലെ ഉമ്മയുടെ മുന്നിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാരണം മുഖത്ത് എവിടെയെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഞാൻ എൻ്റെ ഉമ്മാനെ മര്യാദയ്ക്ക് വീഡിയോ കോൾ പോലും ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ കോൾ ചെയ്തിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ച് സംസാരിക്കും. ഹലോ, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയാം. അങ്ങനെ ഞാൻ വിശ്വസിപ്പിച്ചു. പക്ഷേ എനിക്ക് സഹിക്കുന്ന ലെവൽ എക്സ്ട്രീം എത്തിയപ്പോഴാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ആൻഡ് 4 മണിക്കൂറിൽ ഞാൻ വന്നില്ല. കാരണം എനിക്ക് ആ ട്രോമ പിന്നെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയത്.